ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എനിക്ക് കാലിന് വയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കാലിന് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ശനിയാഴ്ച വീണതെങ്കിൽ ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ, വൈകുന്നേരമൊക്കെ ആയപ്പോൾ. പിന്നെ തിങ്കളാഴ്ച എന്താ പറയുക, ഓക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ബുധനാഴ്ച ആണെങ്കിൽ ബുധനാഴ്ച ചൊവ്വാഴ്ചക്കത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പം എന്താ പറയുക, ഞാൻ എക്സാം എഴുതണമെന്നില്ല എന്ന് വിചാരിച്ചിനി. അപ്പം പറഞ്ഞു എന്തായാലും എക്സാം എഴുതിക്കോ, എക്സാം വെറുതെ കളയണ്ട, രജിസ്റ്റർ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഡേ വ്ളോഗ് കണ്ടിട്ട് ഞാൻ അതിൽ കാണിക്കണത്. രാവിലെ തന്നെ എണീറ്റ് ഞാൻ കുറച്ച് നേരം പഠിച്ചു. എന്താ പറയുക, അസുഖമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അധികം നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കും കേട്ടോ. അപ്പോൾ എന്താ രാവിലെ ഇതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം ബീഫ് അതിന് അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുട്ടീനെയും കൊണ്ട് എൻ്റെ താത്ത പോയിക്കണം കേട്ടോ. ഓളാണ് കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തത് രാവിലെ. ഓളും ഉമ്മയും ഉണ്ടായതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും എനിക്ക് സുഖമാണ് കേട്ടോ. എനിക്ക് ഓളെ നോക്കേണ്ടി വന്നിട്ട് തന്നെയല്ല, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് മാഷാ അല്ലാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാലിന് വല്ലാതെ എന്താ പറയുക, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ചെറിയ പരിക്കുകളോടെ തന്നെ കഴിച്ചിലേക്കണം കേട്ടോ. വലുതായിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് 11 മണി 11:45 ആയപ്പോൾ ആളെ ഉറക്കിട്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് കൊടുന്നേനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങാമെന്ന്. പഠിക്കാൻ സമയമൊക്കെ ഉണ്ട്, പക്ഷേ പഠിക്കാനൊരു മൂഡില്ല. സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ മൂഡും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ വിചാരിച്ചിട്ടോ. കുറച്ച് നേരം ഉറങ്ങട്ടെ വിചാരിച്ചപ്പോഴാണ് ഇമ്മ വന്ന് വിളിച്ചു. ഇമ്മ വന്നുകൊണ്ട് എന്താ പറയുക, തലയൊക്കെ ഒന്ന് കേക്കി തരാറുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോറും. അപ്പോൾ ഈ അമ്മക്ക് എന്താ പണി വെക്കാൻ പോയതാണ്. അപ്പോൾ അമ്മ മീൻ പൊരിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അമ്മക്കുള്ളതാണ് കേട്ടോ. തലയൊക്കെ ഒന്ന് വാർന്നു തരും, ഒന്ന് തല കേക്കി തരും. നമ്മൾ എത്രയൊക്കെ വലുതായാലും ഇനിയിപ്പോൾ ഒരു വീട്ടിൽ പോയൊരു മരുമക്കളായാലും നമ്മളമ്മമാർക്ക് നമ്മൾ ചെറിയ കുട്ടികൾ തന്നെയല്ലേ. അങ്ങനെ ഉമ്മ തലയൊക്കെ വാർന്നു തന്ന് ഉമ്മനെ കേട്ടോ തല കേക്കി തന്നതും. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ആൾ എണീറ്റിക്കണം. പിന്നെ ഓളെ നീപ്പിച്ച് എണീറ്റിക്കണം. പിന്നെ ഓൾക്ക് പാലെടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഓളൊപ്പം കുറച്ച് നേരം കടന്നുറങ്ങാമെന്ന്. അങ്ങനെ പിന്നെ ഓളൊപ്പം പോയി കടന്നുറങ്ങി. ഉച്ചക്കായപ്പോൾ പിന്നെ എണീറ്റ് ഫുഡ് കഴിച്ചിട്ടോ. ചോറും മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഓൾ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് നേരം ഫുഡ് കഴിച്ച് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചതേനി. അപ്പോഴാണ് ഇത് ആരെങ്കിലും കണ്ടിരിക്കുന്നത്, എന്താ കുടുംബകലഹം 101 ദിവസവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടെലിഫിലിമാണ് കേട്ടോ. ഇത് പണ്ട് ഞാൻ ചെറുതാകുമ്പോഴായിട്ട് ഞാനൊരു കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. അന്നൊക്കെ ഇത് ഭയങ്കര ഹിറ്റല്ലേനു. അന്ന് അതേ ഇട്ടരുള്ളല്ലോ അമ്മമാർ. ഇപ്പോൾ നമ്മൾ ഓരോ കസ്റ്റഡിയിലല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കാണാമെന്നുള്ള രീതിയിലല്ലേനു. ഇപ്പോൾ മാറിപ്പോയില്ലേ. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഓളെയും കൊണ്ട് എൻ്റെ താത്ത കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി കണ്ട് പോയിട്ടോ. പിന്നെ ഓല് വന്നാൽ പിന്നെ ഓക്ക് ഇന്നൊന്നും വേണ്ട. ഓള് പിന്നെ ഓലെ പിന്നാലെ തന്നെ ഇക്കരം ഇന്ന വേണ്ടി തന്നെ വരില്ല. ഓൽക്ക് എന്താ പണി, ഓലെന്താ കാട്ടുന്നത്, അത് നോക്കിയിരിക്കല ഓളേയൊക്കെ പരിപാടി. അതുകൊണ്ട് തന്നെ പരീക്ഷ പേപ്പർ ഇട്ട് സന്തോഷം കേട്ടോ മറ്റാളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഫുള്ള് തെറ്റാണ് കിട്ടിയിരിക്കുന്നത് മാമ പരീക്ഷ പേപ്പർ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈകുന്നേരം കയറി എന്നെ വരുന്നത്. അപ്പോൾ പരീക്ഷ പേപ്പർ നോക്കുകയാണ് ഞാൻ. എന്താ പറയുക, ഓള് പറഞ്ഞു എല്ലാതും എനിക്ക് തെറ്റാണ് കിട്ടിയിരിക്കണത്, 2 ശരിയുള്ളൂ എന്ന്. നോക്കുമ്പോൾ ഓൾക്ക് ഒരു വിഷയത്തിൽ നല്ല മാർക്ക് കമ്മിയുണ്ട്. വേറൊക്കെ 40ൻ്റെ മേലേക്ക് തന്നെ ഉണ്ട്, 50 കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു വിഷയത്തിനേറ്റവും 26, ഒന്നിനേറ്റവും 37, അങ്ങനെ 2 വിഷയത്തിന്, ഒന്ന് EVS ആണ്, ഒന്ന് പറയുന്നൊരു വിഷയമാണ്. അങ്ങനെ ഒക്കെ 2 വിഷയത്തിന് നല്ല കമ്മിയുണ്ട് കേട്ടോ. വേറെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ താത്താറ് ഇതിന് തന്നെ നമുക്ക് മാർക്ക് കിട്ടി തന്നെ വലിയ ഭാഗ്യത്തോടൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല ഇനിയെന്ന്. അങ്ങനെ വൈകുന്നേരം ഓരോ കൂടെ ഒക്കെ ഇരുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പഠിക്കാമെന്ന്. ശരിക്കും ഇനി എനിക്ക് പഠിക്കാൻ ആകെ കുറച്ച് ദിവസമുള്ളൂ. കാരണം ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയില്ലേ, ഇനി ബുധൻ വ്യാഴം വെള്ളി 3 ദിവസമുള്ളൂ പഠിക്കാൻ. ഇനിയിപ്പോൾ നല്ലോണം മെനക്കെട്ടാലേ എന്താ പറയുക ജസ്റ്റ് പാസ്സാവാനേലും പറ്റുള്ളൂ. ശനിയാഴ്ച ഞാൻ എക്സാമിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, കയ്യൊന്ന് വിചാരിക്കണേ. പിന്നെ ഓക്ക് പനിയൊക്കെ അതിൻ്റെ 3 ദിവസം കൊണ്ട് ഓളെ പനി മാറിയിട്ടില്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓളതും കൂടെ മാറിയാലേ ഇനിയിപ്പം ഓളത് ഓക്കെ ആയാലേ ഇനി എനിക്ക് എക്സാമിന് പോകാൻ കൂടുള്ളൂ. അങ്ങനെ പിന്നെ ആ സമയത്ത് ഓളൊന്ന് ഉറങ്ങി. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഓൾ ഉറങ്ങിയപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി വെറുതെ കാഴ്ച കാണാൻ വിചാരിച്ചു. കയ്യെല്ലാം വയ്യാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ
പുറത്തൊന്നും ഇറങ്ങി നടക്കാനൊന്നും ഇറങ്ങലില്ല, വീട്ടിൽ തന്നെ ഇരിക്കൽ, അതാ പണി. അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങലുണ്ടായിന്. പിന്നെ മഗ്‌രിബൊക്കെ ആയപ്പോഴത്തേനും ഓൾ നീച്ച്, പിന്നെ ഓൾ കളിയായി. ഇവളാണെങ്കിൽ എന്താ ഇവൾ രണ്ടാളും, ഓളാണെങ്കിൽ ഓളെ പിന്നാലേക്കാരം, ഇവളെ പിന്നാലേക്കാരം. അങ്ങനെ രണ്ടാളും തിരക്കൂടി നടക്കലാണ് പണി. പിന്നെ ഓലോടുക്കോ പുറത്തൊക്കെ പോയിക്കണ പറഞ്ഞതുകൊണ്ട് ഓളും എൻ്റെ ഒപ്പം റൂമിൽ തന്നെയാണ്. അങ്ങനെ രാത്രിക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10:45 സമയം. അവരുടെ കാണുന്നുണ്ട് ഒരു മൂട്ട അങ്ങനെ നടന്നു പോകുന്നത്, അത് ഓളാണ്. ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് ഓലപ്പം കളിച്ചാൻ പോവുകയാണ്. അവരുടെ ഓൾക്ക് അതൊന്നും ഒരു കുഴപ്പമേ അല്ല. അവിടെ കിച്ചണിൽ ഒരു ലൈറ്റ് ഉണ്ട്, അത്ര തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് കളിച്ചാൻ പോവാം, എത്ര ഉറക്കിയിട്ട് ഉറങ്ങണില്ല. അങ്ങനെ രാത്രിയൊക്കെ ആയി. പിന്നെ ഞാൻ എന്താ പറയുക 10:45 ആയപ്പോൾ ഉറക്കട്ടെ, എന്തായാലും വേണ്ടില്ല, കച്ചറാക്ക തന്നെ പണി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഉറക്കണം വിചാരിച്ചു. അങ്ങനെ ഉറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.